ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും പ്രൊമോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് അശ്വിനും ശ്രുതിയും തമ്മിലുള്ള കാട്ടിലുള്ള സീനൊക്കെ. അതൊക്കെ തന്നെ ഈ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അങ്ങനെ ശ്രുതി വീഴാതിരിക്കാൻ വേണ്ടി അശ്വിൻ ചേർത്ത് പിടിക്കുന്ന സീനൊക്കെ നമ്മൾ നാളെയാണ് കാണാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, അതായത് അടുത്ത ആഴ്ച കാട്ടി വെച്ച് നടക്കുന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് അവസാനം മാത്രമേ പറയാനുള്ളൂ ഇനി. അപ്പോൾ നമ്മുടെ കാട്ടി വെച്ച് ശ്രുതിയുടെ ഡ്രസ്സ് ഒരു പെൺകുട്ടി അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം നമ്മുടെ ശ്രുതി ആ പെൺകുട്ടിയുടെ മോഡേൺ ഡ്രസ്സാണ് കേട്ടോ, അതിൻ്റെ കൂടെ ഷോളും കൂടി ഇടും കേട്ടോ. പക്ഷെ മോഡേൺ ഡ്രസ്സിൽ ആദ്യം ശ്രുതിനെ കാണുമ്പോൾ അശ്വിനാകെ കണ്ണ് തള്ളി പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് അശ്വിൻ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു പോണ സമയത്ത് നമ്മുടെ പ്രീതിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് മനോരമ കേട്ടോ. ആകാശിനെ കറക്കി എടുക്കാൻ വേണ്ടി വന്നത് പറഞ്ഞിട്ട് പ്രീതിനെ മാറ്റി നിർത്തി. അതായത് നമ്മുടെ ലാവണ്യ അടുത്ത് ലാവണ്യ അങ്ങോട്ട് മാറുമ്പോഴേക്കും പ്രീതിനെ പിടിച്ച് മാറ്റി നിർത്തി ഒരുപാട് വഴക്ക് പറയും. ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കെന്ന് പറഞ്ഞിട്ട് പ്രീതിനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കാണുമ്പോൾ ആകാശം വല്ലാതെ വിഷമം. അമ്മ എന്തൊക്കെയാണ് ചെയ്യണം, നീ ഒന്നും മിണ്ടരുത്, ഇവളുടെ ഉദ്ദേശം വേറെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. അതേസമയം നമ്മുടെ ലാവണ്യ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന സമയത്ത് സൂചി നിലത്ത് വീഴുന്നുണ്ട്. ആ സൂചിയിലാണ് നമ്മുടെ പ്രീതി ചവിട്ടിയിട്ട് ചോര വരുന്നത്, ബ്ലഡ് വരുന്നത് കാലിൽ നിന്ന്. അപ്പോഴാണ് നമ്മുടെ ആകാശിനെ പൊക്കിയെടുക്കുന്ന സീൻ കാണിക്കുന്നില്ലേ പ്രൊമോയിലും, അത് അപ്പോഴാട്ടോ കാലിന് ചോര വരുമ്പോഴാണ്. ആ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ഡ്രസ്സിന്റെ സീൻ വരുന്നത്. പക്ഷെ ഡ്രസ്സിന്റെ സീൻ വളരെ നല്ല രസമായിട്ടോ കാണാം. ആദ്യമായി ശ്രുതിനെ ആ ഡ്രസ്സിൽ കാണുമ്പോൾ നമ്മുടെ അശ്വിനൊന്ന് നെട്ടി, എന്താ പറയുന്നത്, പരിസരബോധം പോലും ഇല്ലാതെ ഇങ്ങനെ വാ വിളിച്ച് നിൽക്കൂട്ടോ. ഹിന്ദിയിൽ അങ്ങനെയാട്ടോ. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. അതിനുശേഷം നമ്മുടെ പ്രീതിനെ മനോരമ തന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം. പ്രീതി വളരെ വിഷമത്തോടു കൂടി കാലിങ്ങനെ തൊങ്ങി പോകുമ്പോൾ അഞ്ജലി വരുന്നുണ്ട്. എന്താ പ്രീതി, എന്താ പറ്റിയത്, ആൻറ്റി വല്ല വഴക്കം പറഞ്ഞു, ഒന്നുമില്ല എന്നൊക്കെയാണ് പ്രീതി പറയണത്. അതിനുശേഷമാണ് കാലിൽ ആ ബ്ലീഡിങ് വരുന്നത് നമ്മുടെ അഞ്ജലി കാണുന്നത്. അതിനുശേഷം അഞ്ജലിക്ക് വളരെ വിഷമമൊക്കെ തോന്നും കേട്ടോ. കാരണം ശ്രുതിനെ ദ്രോഹിക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ 100 ഇരട്ടിയാണ് ആ വീട്ടിൽ പ്രീതിക്ക് ആ ഒരു 8 ദിവസം അനുഭവിക്കേണ്ടി വരുന്നത് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ നമ്മുടെ ആകാശം തമ്മിൽ കൂടുതൽ അടുക്കണത്. ഇവിടെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും പ്രണയരംഗം ആരംഭിക്കുന്ന സെയിം ടൈം തന്നെ ആകാശിന്റെ പ്രീതിയുടെയും പ്രണയവും ആരംഭിക്കുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഭാഗങ്ങളാണ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഫസ്റ്റ് ആയിട്ട് വരാൻ പോണത്. ട്രാജഡി ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശ്രുതിയുടെ അച്ഛന് ഹോസ്പിറ്റലിൽ ICUയിൽ വെന്റിലേറ്ററിലൊക്കെ ആയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.